ഞാൻ ചോദിച്ചു, എടാ നമ്മൾ തമ്മിൽ വഴക്കുണ്ടാക്കിയാണെന്ന് ആളെന്ന് വിചാരിക്കുക, നിനക്കൊരു ദേഷ്യം ഉണ്ടായി, അങ്ങനെയാണ് നീ എൻ്റെ നേരെ കൈ പൊക്കുവോ, നിന്റെ കൈ പൊങ്ങുമോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. ഞാൻ അങ്ങനെ ഒരിക്കലും എൻ്റെ സുഹൃത്തിൻ്റെ ഇടയിലേക്ക്, ഇവരുടെ സുഹൃത്ത് ബന്ധത്തെ ഞാൻ മാനിക്കുന്നു, നല്ലത് തന്നെയാണ്, അതിനല്ല ഞാൻ പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു ആക്ട് വരാൻ പാടില്ല. അതിനകത്ത് റസ്മിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പിന്നെ അതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം തോന്നിയ കാര്യം ഞാൻ പറയാം. റസ്മിൻ്റെ ഈ ആക്ട് ഉണ്ടായതിന് ശേഷവും ജാസ്മിൻ സ്റ്റിൽ അവിടെ നിന്നുകൊണ്ട് ഗസ്റ്റിൻ്റെ ഓർഡറാണ്, നിങ്ങളെല്ലാവരും അവിടെ വന്നിരിക്കൂ, ഗസ്റ്റിൻ്റെ ഓർഡറാണ്, അത് അവരുടെ കണ്ണീര് വന്നുകൊണ്ടാണ് അവരത് പറഞ്ഞത്. അപ്പോൾ അതെനിക്ക് പേഴ്സണലി ബുദ്ധിമുട്ടായിപ്പോയൊരു കാര്യമാണ്. അതുകൂടെ കൊണ്ട് തന്നെയാണ് ഞാൻ പരാതി ഉണ്ടെന്ന് പറയുകയും ചെയ്തത്. അപ്സര, ഈ ബഹളം കേട്ടിട്ടാണ് ഞങ്ങൾ ഉള്ളിലേക്ക് വരുന്നത്. ഞാൻ ഓടി വന്നിട്ട് റസ്മിനെ പിടിക്കുക, റസ്മിൻ എന്താ പറ്റിയത്, ഞാൻ തിരിച്ചാ വിചാരിച്ചത്. റസ്മിനെ തല്ലിയെന്നാ ഞാൻ കരുതിയത്. ഞാൻ ഓടി വന്ന് റസ്മിനെ പിടിക്കുക. അപ്പോൾ അവിടെ വേറൊരു ആക്ട്, എന്നെ പെട്ടെന്ന് അൻസിബ കൈ കൊണ്ട് തള്ളി മാറ്റുക. എനിക്കപ്പോൾ അത് കണ്ടെന്ന് ശ്രീദേവി ചേച്ചി കണ്ടു എന്നാണ് എന്നോട് പറയുന്നത്. അപ്പോൾ എനിക്കുണ്ട്, നമുക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത ഒരു വ്യക്തിയോ എന്തോ ആയിക്കോട്ടെ വരുമ്പോൾ നമുക്ക് തോന്നുന്നൊരു, എനിക്ക് തോന്നുന്നില്ല ആ രീതിയിൽ എന്നെ അപ്സര ഇവിടുന്ന് പോ എന്ന് പറഞ്ഞ് തള്ളി മാറ്റുകയോ ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് ഒരു വഴക്കുണ്ടാക്കിയത്. അപ്പോൾ ഞാൻ വീണ്ടും അത് ശ്രദ്ധിക്കാണ്ട് ഞാൻ റസ്മിനോട് ചോദിക്കുന്നുണ്ട്, റസ്മിന് എന്താ പറ്റിയത്, അപ്സര ഇവിടുന്ന് പോകാനല്ലേ പറയണേ എന്നൊരു വീണ്ടും പറയാം. ഞാൻ പറഞ്ഞു ഞാനിവിടെ നിൽക്കട്ടെ അൻസിബയ്ക്ക് എന്താ പ്രശ്നം, റസ്മിൻ എന്താ കുഴപ്പമെന്ന് ചോദിച്ചപ്പോൾ അൻസിബ വീണ്ടും അപ്സര ഇവിടുന്ന് ഇറങ്ങി പോവോ, ഈ സമയത്തെങ്കിലും അപ്സര എന്തിനാ ഇങ്ങനെ കാണിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ തോന്നില്ല, ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അതിനുശേഷം എന്തിനാണ് അൻസിബ ചെയ്തത് പോലെ ഞാൻ ചോദിക്കാൻ തോന്നില്ല. കാരണം അൻസിബയുടെ സ്വഭാവമാണ് അൻസിബ അപ്പോൾ പുറത്ത് കാണിച്ചത്, ഞാൻ പ്രതികരിക്കാൻ പോയില്ല. അതിനുശേഷം കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഞാനൊരു സ്ഥലത്തിരിക്കുമ്പോൾ അൻസിബയുടെ സുഹൃത്തുക്കളോട് പറയുന്നുണ്ടായിരുന്നു, അപ്സര ആ വഴക്ക് നടക്കുമ്പോൾ ഒരു മാസ് കാണിക്കാൻ വേണ്ടി അവിടെ വന്നിരുന്നു, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അപ്സരയോട് റിയാക്ട് ചെയ്തത്. എന്താണ് അർജുന് പറയാനുള്ളത്? എനിക്ക് ജാസ്മിൻ കൊടുത്ത ദൗത്യം നന്നായിട്ട് ചേച്ചി പറഞ്ഞു ഇങ്ങനെ ഡ്യൂട്ടി ചെയ്യാൻ. ജാസ്മിൻ അത് കറക്റ്റ് റോബോട്ടായിട്ട് തന്നെ അവിടെ പോയി റിപ്പീറ്റ് ആയിട്ട് അതിൽ തന്നെ പറയുന്നുണ്ട്. രശ്മിൻ്റെ ഭാഗത്താണ് എനിക്ക് മിസ്റ്റേക്ക് ആയിട്ട് തോന്നുന്നത്. ഗ്യാസ് ഓർത്തിട്ട് സ്റ്റിൽ ജാസ്മിൻ ആ വേർഡ് ഇൻസിഡൻറ്റ് കഴിഞ്ഞിട്ട് സ്റ്റിൽ ജാസ്മിൻ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അവൾക്കത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് സോൾവ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഫൈറ്റ് ഉണ്ടായിരുന്നു. നമ്മളത് മാക്സിമം അത് സോൾവ് ആക്കാനാണ് നോക്കിയിട്ടുള്ളൂ. ജാസ്മിൻ്റെ ഭാഗത്ത് എനിക്ക് വലിയ മിസ്റ്റേക്ക് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. രശ്മിൻ അത് പ്രൊവോക്കായിട്ട് ചെയ്തിട്ട് തെറ്റാണ്. അൻസിബ ഭയങ്കര മുട്ടി നിൽക്കുകയാണോ പറയാൻ? ശരി പറയൂ. അവിടെ അങ്ങനെ ഒരു ആക്ട് നടന്ന സമയത്ത് ഞാൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. തിളച്ച എണ്ണയാണ് അവിടെ ഉള്ളത്. ഞാൻ ഇതിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ സീരിയസ്ലി ഞാൻ പാനിക്കാവുന്ന ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ ഈ ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞിട്ട് ഞാനാണ് റസ്മിനെ പോയി പിടിച്ചത്. അപ്പോൾ അപ്സര ആദ്യമേ റസ്മിൻ പറയുന്നുണ്ടായിരുന്നു, പിടിച്ചുകൊണ്ട് നിന്നപ്പോൾ റസ്മിൻ എന്നെ വിടു എന്ന് പറയുന്നുണ്ടായിരുന്നു, നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കണം എന്ന്. അങ്ങനെയാണ് ഞാൻ പിടി വിട്ടത്. അപ്പോഴും എല്ലാവരും കൂടെ വന്നു. അപ്സര പോയി ഇങ്ങനെ പിടിച്ചപ്പോൾ എൻ്റെ മൈൻഡിൽ റസ്മിൻ പറഞ്ഞതാണുള്ളത്, എന്നെ ഒറ്റയ്ക്ക് എന്നെ വിട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ അപ്സരയോട് അവിടുന്ന് പോകുമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇമോഷനിൽ ഞാൻ അങ്ങനെ പറഞ്ഞത്. അങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് മാസാക്കാന്ന് പറഞ്ഞത് എൻ്റെ ഓർമ്മയിലില്ല. ഞാൻ അങ്ങനെ പറഞ്ഞത് എൻ്റെ ഓർമ്മയിൽ ഞാൻ അപ്സര അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് അങ്ങനെ പറഞ്ഞതായിട്ട് ഓർമ്മയില്ല, അറിയില്ല. എനിക്ക് അറിയില്ല, ഓർമ്മയില്ല. അതിന്റെ ഇമോഷന്റെ പുറത്ത് ഞാൻ ഒരുപാട് നേരം സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. കാരണം ഞാൻ പാനിക് ആയിട്ടുണ്ടായിരുന്നു. ആ എണ്ണ ദേഹത്തായിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് റിക്കവർ ആവാൻ പറ്റൂല. അത് എൻ്റെ ദേഹത്താണെന്നുണ്ടെങ്കിലും അവരുടെ ദേഹത്താണെന്നുണ്ടെങ്കിലും അതെനിക്കൊരു പാനിക്കായിരുന്നു. ഞാൻ ഇവരുടെ അടുത്ത് എന്താ ചെയ്യേണ്ടിയിരുന്നത്? അവര് കുറെ പ്രാവശ്യം വിളിച്ചപ്പോൾ പോയിരുന്നെങ്കിൽ നമുക്കൊരു എന്റർടൈൻമെന്റ് കാണാമായിരുന്നു അല്ലേ? പറയണ്ടേ? അപ്പൊ നിങ്ങളും കൂടെ പറഞ്ഞയക്കണ്ടേ അവരെ പോകുന്ന പറയണ്ടേ? ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പേഴ്സണലി ഞാൻ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരുന്നു. അങ്ങനെയാണ് ഒരു ഗെയിം കളിക്കാൻ വരുന്നത്. എന്താണ് അപ്സര അത്ര ഇമോഷണലി ഇതായിട്ടുള്ള അൻസിബയ്ക്ക് ആദ്യം പോയിട്ട് അടി കിട്ടിയ ജാസ്മിന്റെ അടുത്താണ്. അൻസിബ പോയിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമത് ഈ പ്രശ്നം നടക്കുന്ന അടുക്കളയിൽ വെച്ചിട്ടല്ല അൻസിബ ഇത് പറയുന്നത്. അത് കഴിഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷം ഇവർ രണ്ടുപേരും കൺഫെഷൻ റൂമിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം അൻസിബയുടെ ഫ്രണ്ട്സും പുറത്ത് ഗാർഡൻ ഏരിയയിൽ ആ പോഡിയത്തിലിരുന്ന് 2 ചെയറുകൾ ഇട്ടിട്ടുണ്ട്. അവിടെ ഇരുന്നിട്ട് ഓപ്പോസിറ്റ് ഇരുന്ന് അൻസിബ ഇത് പറയുന്നത്. അഭിഷേക് എന്താണ് അഭിഷേക്? അല്ല, ഞാൻ ചോദിച്ചായിരുന്നു, നമ്മളിപ്പോൾ എല്ലാവർക്കും പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ